സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നിതിൻ സേവ്യറുണ്ട്. നിതിൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ രാത്രിയായിരുന്നു മുംബൈയിൽ നിന്നും എറണാകുളത്ത് കൊച്ചിയിലെത്തിച്ച സംവിധായകൻ സനൽകുമാർ ശശിധരനെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. നേരത്തെ സ്ത്രീത്വത്തെ അപമാനിച്ചോ അപവാദ പ്രചരണം നടത്തി വ്യാജ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചോ തുടങ്ങിയ നടിയുടെ പരാതിയിലായിരുന്നു അമേരിക്കയിൽ നിന്നും മുംബൈയിലെത്തിയ സനൽകുമാർ ശശിധരനെ റിപ്പോർട്ട് നോട്ടീസ് പ്രകാരം തടഞ്ഞു വെക്കുകയും പിന്നീട് കേരള പോലീസിന് കൈമാറുകയും ചെയ്തത്. ഈ കേസിൽ 2022 സമാനമായ പരാതി ഇയാൾക്കെതിരെ നടി നൽകിയിരുന്നു. ആ പരാതിയിൽ നിലവിൽ ഇയാൾ ജാമ്യത്തിലാണ്. ജാമ്യത്തിലിരിക്കെയാണ് മറ്റൊരു കേസ് കൂടി വരുന്നതും പിന്നീട് അറസ്റ്റിലാകുന്നതും ഇപ്പോൾ ജാമ്യം കിട്ടുന്നതുമൊക്കെ. ഇത് കള്ളക്കേസാണെന്നും 2 പരാതിയും നൽകിയിരിക്കുന്നത് നടിയല്ലെന്നും തന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ സംവിധായകൻ സനൽകുമാർ ശശിധരൻ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം നൽകിയിട്ടുണ്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി.